ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞല്ലോ, ഈ വിദ്യാർത്ഥികളെ ഒന്നും ചെയ്യരുത്, അവരെ വെറുതെ വിടണമെന്ന്. നമ്മൾ ആ പ്രസ്താവന നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്കൊരു നല്ല ആശ്വാസകരമായ പ്രസ്താവനയായിട്ട് തോന്നും. പക്ഷേ അതിന് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോഴാണ് അതിലെ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ക്രിമിനൽ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥികളെ, സമരത്തിൽ പങ്കെടുത്തവരെ, അവരെ വെറുതെ വിടരുത് എന്നാണ്. അവർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ ഐഷിയെ പിടിക്കാൻ പോയത് എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യമുണ്ട്. അതായത് മുമ്പ് കേസുള്ളവർ എന്നിവരെ അവരെയും ഈ ഗണത്തിൽപ്പെടുത്താമല്ലോ. അപ്പോൾ ഐഷിക്കെതിരെ 2021 ഒരു കേസുണ്ട്. സാധാരണ സമരത്തിൽ പങ്കെടുത്തൊരു കേസ് മാത്രമാണ്. ആ കേസിന് ഇപ്പോൾ പിടിക്കാൻ പോകുമ്പോൾ പിടിച്ചാൽ എന്ത് പറയാം? ഈ CJPക്കാർ ചോദിക്കാൻ ഞങ്ങൾ കേസെടുക്കരുതെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാലോ, ഈ വിഷയത്തിലല്ല ഞങ്ങൾ കേസെടുത്തത്, മുമ്പവർ ഒരു കേസിൽ പ്രതിയാണ്, അപ്പോൾ നമുക്ക് അവർക്കെതിരെ കേസെടുക്കാം. അത് നമ്മുടെ കരാറിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ലല്ലോ, അപ്പോൾ സ്വാഭാവികമായി അത് ചെയ്യാലോ. മാത്രമല്ല സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ അതൊരു വളരെ അപകടകരമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ പ്രസ്താവനയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരൊറ്റ കാര്യം വെച്ച് പേടിപ്പിച്ച് നിർത്താം, ആളുകളെ പിടിച്ചെടുക്കാം, ആളുകളെ പിടിച്ചു കൊണ്ടുപോകാം. അതും ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് അവരെ കയറി പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത്. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സ്ത്രീ ഒരു IPS ഉദ്യോഗസ്ഥയാണെന്ന് തോന്നുന്നു അല്ലേ? അവർ യൂണിഫോമിലല്ല, കുറച്ച് പോലീസുകാരെ കൂടി വരുന്നു. മഴ കാരണം യൂണിഫോം ഇടാൻ പറ്റിയില്ലെന്ന് അവർ പറഞ്ഞു. ബ്രിട്ടാസ് 2 വാക്ക് പറഞ്ഞപ്പോഴേക്കും ഓക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഇറങ്ങി പോവുകയാണ്. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അവർ ആ വഴിക്ക് വന്നിട്ടുമില്ല. യൂണിഫോം ഇടാൻ വേണ്ടി പോയതാണെന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷേ യൂണിഫോം ഇട്ടിട്ടുമില്ല. അപ്പോൾ ഏതായാലും ഇതിൽ 2 കാര്യങ്ങൾ, ഈ പറഞ്ഞ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ പിടികൂടാം എന്നുള്ള സുപ്രീം കോടതിയുടെ തന്നെ നിരീക്ഷണം അടിസ്ഥാനപ്പെടുത്തി ഇവർ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനങ്ങൾക്ക് കേസെടുക്കാം, അറസ്റ്റ് ചെയ്യാമെന്നും കൂടി സുപ്രീം കോടതി അനുവാദം നൽകിയിരിക്കുന്നു. അത് അതിനേക്കാൾ ഭീകരമാണ്. ഇതിപ്പം കേന്ദ്രം കുറേ ആളുകളെ വന്ന് പിടിക്കുന്നൊന്നുമില്ലല്ലോ, ഓരോ സംസ്ഥാനങ്ങളാണല്ലോ നിയമം നടപ്പിലാക്കുന്നത്. ഓരോ സംസ്ഥാനത്തും നടന്ന ഇതുപോലുള്ള സമരപരിപാടികളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന് അവർ എഴുതി വെക്കുകയും ആ ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അത് ഉത്തർപ്രദേശിൽ എത്രത്തോളം നടക്കുമെന്ന് നമുക്കറിയാം. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ അതിഭീകരമായി നടക്കുമെന്ന് നമുക്കറിയാം. അസമിൽ അതിനേക്കാൾ ഭീകരമായി നടക്കുമെന്ന് നമുക്കറിയാം. ഈ സംസ്ഥാനങ്ങളിലൊക്കെ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ അഭിജിത്ത് ദീപ്കയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അത് അടുത്ത പ്രതിഷേധം നേരത്തേക്കാൾ കടുക്കും എന്നുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നത്, വിദ്യാർത്ഥികൾക്കെതിരായ FIRകൾ പിൻവലിച്ചില്ലെങ്കിൽ പ്രതിഷേധമുണ്ടാകുന്നു. ഇവരുടെ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം, അവസാനം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്ന അതേ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ ഒരാവശ്യം ഈ FIRകൾ റദ്ദാക്കണമെന്നുള്ളതായിരുന്നു. അതിന് കേന്ദ്രം സമ്മതിച്ചതായിരുന്നു, JP നഡ്ഡ സമ്മതിച്ചതായിരുന്നു. അതുകൂടി സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഈ സമരം അവസാനിപ്പിച്ചത്. പക്ഷേ അതല്ല, കുട്ടികളെ വീണ്ടും പിടികൂടാനാണ് നമ്മുടെ ശ്രമമെങ്കിൽ സ്വാഭാവികമായും രോഷമുയരും. ഇതേ സമരം ഇതിനേക്കാൾ രൂക്ഷമായി ഡൽഹിയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിൻ്റെ മുന്നറിയിപ്പാണ് അഭിജിത്ത് ദീപ്ക ഇപ്പോൾ നൽകുന്നത്.